ഹായ് ഹലോ സ്റ്റഡി ടൈം ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇലക്ട്രിക് കറൻറ്റിൻ്റെ ലാസ്റ്റ് പാർട്ട് വീഡിയോ ആണത്. മറ്റ് പാർട്ടുകൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് അതിൻ്റെ ലിങ്ക് കൊടുക്കാം, താല്പര്യമുണ്ടെങ്കിൽ കയറി കാണാം. അപ്പോൾ ഈ ഒരു പുതുവർഷത്തെ ആദ്യത്തെ വീഡിയോ ആണത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതുവർഷാശംസകൾ. ഇനി ഈ ചാപ്റ്ററിൻ്റെ ബാക്കി നോക്കാനുള്ള ഭാഗം എന്ന് പറയുന്നത് അറേഞ്ച്മെൻറ്റ് ഓഫ് റെസിസ്റ്റേഴ്സ് ഇൻ സർക്യൂട്ട്. റെസിസ്റ്ററുകളുടെ അറേഞ്ച്മെൻറ്റ് സർക്യൂട്ടുകളിൽ. കൺസ്ട്രക്ട് ടു സർക്യൂട്ട്സ് ആസ് ഷോൺ ഇൻ ഫിഗർ 7.28a b using 3 volt battery, switches and 3 volt bulbs. Turn on both the switches and observe light from both bulbs. അപ്പോൾ ഇവിടെ രണ്ട് സർക്യൂട്ട് തന്നിട്ടുണ്ട്. സർക്യൂട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്? ബാറ്ററി തന്നിട്ടുണ്ട്, രണ്ട് സ്വിച്ചുകൾ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ബൾബും തന്നിട്ടുണ്ട്. രണ്ടിൻ്റെയും ക്രമീകരണം എന്ന് പറയുന്നത്, അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്പാണ്. ഒന്ന് സീരീസിലാണെന്നുണ്ടെങ്കിൽ മറ്റേ കണക്ഷൻ വന്നിരിക്കുന്നത് പാരലൽ കണക്ഷനാണ്, അല്ലേ? രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇനി സ്വിച്ച് ഓൺ ആക്കുന്ന സമയത്ത് ബൾബുകളുടെ പ്രകാശത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ നിങ്ങളടുത്ത് നിരീക്ഷിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് അതിൻ്റെ ആൻസർ ചെയ്യാം. Turn on S1 and S2 in both circuits. In which circuit does the bulb glow more brightly? ഇവിടെ പറഞ്ഞിരിക്കുന്നത് രണ്ട് സർക്യൂട്ടിലെയും S1 S2 എന്ന് പറയുന്ന സ്വിച്ചുകൾ ഓൺ ആക്കുക. ഏത് സർക്യൂട്ടിലെ ബൾബാണ് കൂടുതൽ ഇൻറ്റൻസിറ്റിയോടുകൂടി അല്ലെങ്കിൽ കൂടുതൽ ബ്രൈറ്റായിട്ട് പ്രകാശിച്ചിട്ടുണ്ടാവുക എന്ന്. ഇതിൻ്റെ ആൻസർ നമുക്ക് പറയാം, രണ്ടാമത്തെ സർക്യൂട്ടിലെ ബൾബായിരിക്കും കൂടുതൽ പ്രകാശം ഉണ്ടായിട്ടുണ്ടാവുക. Turn on only the switch S1 in both circuits. What is your observation? ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് രണ്ട് സർക്യൂട്ടിലെയും S1 എന്ന സ്വിച്ച് മാത്രം ഓൺ ചെയ്യുക എന്ന്. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? ആദ്യത്തെ സർക്യൂട്ടിൽ ബൾബ് പ്രകാശിക്കില്ല, അതായത് S1 എന്ന് പറയുന്ന സ്വിച്ച് മാത്രമേ ഓൺ ആയിട്ട് ഇരിക്കണുള്ളൂ, അല്ലേ? അവിടെ സീരീസ് കണക്ഷനാണ്, അതുകൊണ്ട് തന്നെ S2 എന്ന് പറയുന്ന സ്വിച്ച് അവിടെ ഓഫാണ്. അപ്പോൾ കറണ്ട് അതിൽ കൂടെ പാസ് ചെയ്യില്ല. കറണ്ട് അതിൽ കൂടെ പാസ് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ ഒരു കണക്ഷൻ അവിടെ കട്ടാവല്ലേ ചെയ്യണേ? ഒരു സൈഡിൽ നിന്നുള്ള കണക്ഷൻ കട്ടാവുമ്പോൾ ബൾബ് പ്രകാശിക്കില്ല. രണ്ടാമത്തെ ഫിഗറിലേക്ക് വരുമ്പോൾ S1 എന്ന് പറയുന്ന സ്വിച്ചിന് അടുത്തുള്ള ബൾബ് മാത്രമേ പ്രകാശിക്കുകയുള്ളൂ. S2 എന്ന് പറയുന്ന സ്വിച്ച് അവിടെ ഓഫ് അല്ലേ, അതുകൊണ്ട് അതിലേക്ക് കറണ്ട് ഒഴുകില്ലല്ലോ. അപ്പോൾ S1 എന്ന് പറയുന്ന സ്വിച്ച് മാത്രമാണ് ഓൺ ആയിരിക്കുന്നതെങ്കിൽ അതിനടുത്തുള്ള ബൾബ് മാത്രമേ പ്രകാശിക്കുകയുള്ളൂ. Why do the bulbs in the figure 7.28b glow relatively brighter if all switches in both circuits are turned on? രണ്ട് സർക്യൂട്ടിലെയും എല്ലാ സ്വിച്ചുകളും ഓൺ ചെയ്താൽ ചിത്രം ബിയിലെ, അതായത് ഫിഗർ ബിയിലെ ബൾബുകൾ കൂടുതൽ ശോഭയോടുകൂടി പ്രകാശിക്കാൻ കാരണം എന്തായിരിക്കുന്നു? എൻ്റെ ആൻസർ ഏതാ? ദ ബൾബ്സ് റിസീവ്ഡ് സെയിം വോൾട്ടേജ് ആൻഡ് കറണ്ട്. അപ്പോൾ ആ ഒരു രണ്ടാമത്തെ സർക്യൂട്ടിലെ ബൾബ് കൂടുതൽ ബ്രൈറ്റ് ആയിട്ട് പ്രകാശിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ആ ബൾബുകൾക്ക് സെയിം വോൾട്ടേജും കറണ്ടും ലഭിച്ചതുകൊണ്ടാണ്. The difference in potential difference and current are the reasons for the increase or decrease in the intensity of light. നേരത്തെ പറഞ്ഞ ആക്ടിവിറ്റിയിൽ സീരീസ് കണക്ഷനിലും പാരലൽ കണക്ഷനിലും ഒക്കെ ബൾബിൻ്റെ ബ്രൈറ്റ്നസ്സിൽ കൂടുതലും കുറവൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിനുള്ള കാരണമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ബൾബുകൾക്ക് ലഭിക്കുന്ന ആ പൊട്ടൻഷ്യൽ ഡിഫറൻസും അതേപോലെ തന്നെ കറണ്ടിലുമുള്ള വ്യത്യാസമാണ് ബൾബുകളുടെ ആ ഒരു ഇൻറ്റൻസിറ്റി കൂടുന്നതിനും കുറയുന്നതിനുമുള്ള കാരണം എന്ന്. അതായത് സീരീസ് കണക്ഷനിലും പാരലൽ കണക്ഷനിലും ലഭിക്കുന്ന കറണ്ടിൻ്റെയും അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെയും അളവ് എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് ഈ ബൾബിൻ്റെ ബ്രൈറ്റ്നസ് കൂടാനും കുറയാനും കാരണം. ഓക്കെ, അടുത്തത് ദ അറേഞ്ച്മെൻറ്റ് ഓഫ് ദ ബൾബ്സ് ഷോൺ ഇൻ ഫിഗർ 7.28a ഇൻ ദ കണക്ഷൻ ഇൻ സീരീസ്. അപ്പോൾ ആദ്യത്തെ ഫിഗർ എന്ന് പറയുന്നത് സീരീസ് കണക്ഷൻ ആയിരുന്നു. ദ അറേഞ്ച്മെൻറ്റ് ഓഫ് ദ ബൾബ്സ് ഷോൺ ഇൻ ഫിഗർ ബി എന്ന് പറയുന്നത് ഇൻ പാരലൽ ആയിരുന്നു. ഡസ് ദ റെസിസ്റ്റൻസ് ഇൻ ദ സർക്യൂട്ട് ഡിഫർ വെൻ കണക്റ്റഡ് ഇൻ സീരീസ് ഓർ പാരലൽ? മോർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സീരീസ് ആൻഡ് പാരലൽ കണക്ഷൻസ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ബൈ യൂസിങ് സർക്യൂട്ട്സ് വിത്ത് റെസിസ്റ്റേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് ബൾബ്സ്. ഇവിടെ ഇങ്ങനെ രണ്ട് ക്വസ്റ്റ്യനുകളായിട്ടാണ് തന്നിരിക്കുന്നത്. അതായത് സീരീസിലും അതുപോലെ തന്നെ പാരലായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് സർക്യൂട്ടിലെ റെസിസ്റ്റൻസിന് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ, ഇനി ബൾബുകൾക്ക് പകരം റെസിസ്റ്ററുകളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എന്തെങ്കിലും പ്രത്യേകതകളൊക്കെ ഉണ്ടോ എന്ന് അങ്ങനെയൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ നോക്കാനുള്ളത് ഇനി സീരീസ് കണക്ഷനാണ്. Next, series connection. Observe the circuit in figure 7.29. When resistors are connected in series, the potential difference is divided between the resistors. നേരത്തെ പറഞ്ഞ ആക്ടിവിറ്റിയിൽ ഞാൻ കൂടുതൽ എക്സ്പ്ലനേഷൻ തരാതിരുന്നതിന് കാരണം ഇവിടെ സീരീസ് കണക്ഷനും പാരലൽ കണക്ഷനും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതുകൊണ്ടാണ് കേട്ടോ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് റെസിസ്റ്റേഴ്സിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു സർക്യൂട്ടിലെ മൊത്തം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈ റെസിസ്റ്ററുകൾക്ക് ഇടയിൽ വിഭജിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് V is equal to V1 plus V2. അപ്പോൾ മൊത്തം പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണോ അതിൻ്റെ കുറച്ച് ഭാഗം ഒരു റെസിസ്റ്ററിനും കിട്ടും,
ബാക്കി ഭാഗം അടുത്ത റെസിസ്റ്ററിനും കിട്ടും. അങ്ങനെ വിഭജിക്കപ്പെടുകയാണ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പോൾ മൊത്തം പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് V ആണ്. അപ്പോൾ ഇവിടെ ആകെ വരുന്നത് V1 + V2 രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് V കിട്ടുന്നത്. ഓക്കെ അല്ലേ? അക്കോർഡിംഗ് ടു ഓംസ് ലോ V is equal to IR. R is the effective resistance in the circuit and V is the potential difference between the terminal A and B. ഓംസ് ലോ അനുസരിച്ചിട്ട് V is equal to IR ആണ്. ഇവിടെ R എന്ന് പറയുന്നത് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻ ദ സർക്യൂട്ട് ആണ്. അതായത് സർക്യൂട്ടിലെ ആകെക്കൂടെയുള്ള റെസിസ്റ്റൻസ് ആണ് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ആൻഡ് V is the potential difference between the terminal A and B. എയും ബി എന്ന് പറയുന്ന ആ രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് അവിടെ V എന്ന് പറയുന്നത്. Since the current I flows through both the resistors is equal. ഇനി ഇവിടെ പറയുന്ന കറണ്ടിൻ്റെ കാര്യമാണ് പറയുന്നത്. ആ രണ്ട് റെസിസ്റ്ററിലൂടെയും ഒഴുകുന്ന കറണ്ട് തുല്യമാണെന്നാണ് പറയുന്നത്. പൊട്ടൻഷ്യൽ ഡിഫറൻസിലെ മാറ്റുള്ളൂ, കറണ്ട് തുല്യമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ V1 is equal to I into R1. V2 എന്ന് പറയുന്നതോ I into R2 ആണ്. V is equal to V1 plus V2 ആണ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ Vക്ക് നമുക്ക് IR കൊടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു IR is equal to V1ന് I into R1 പ്ലസ് V2ന് I into R2. അപ്പോൾ ഇതിൽ I എന്ന് പറയുന്നത് കോമൺ ഫാക്ടറാണ് അല്ലേ? അപ്പോൾ അതിനെ നമ്മൾ പുറത്തേക്ക് എടുത്തതിന് ശേഷം ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ R1 പ്ലസ് R2 കൊടുക്കണം. അപ്പോൾ രണ്ട് സൈഡിലും I ഉണ്ട്. ഐയും ക്യാൻസൽ ചെയ്ത് പോവും. അപ്പോൾ R is equal to R1 പ്ലസ് R2. അതായത് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് R എന്ന് പറയുന്നത് R1 പ്ലസ് R2 ആയിരിക്കും. അതായത് ഒരു സീരീസ് കണക്ഷനിലെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്ര റെസിസ്റ്റൻസ് നമുക്ക് തരുന്നുണ്ടോ അതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്. ഓക്കെ അല്ലേ? Haven't you understood that when resistors are connected in series, the effective resistance of the circuit increases? അപ്പോൾ സീരീസിൽ റെസിസ്റ്റേഴ്സിനെ കണക്ട് ചെയ്യുമ്പോൾ സർക്യൂട്ടിലെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കൂടുന്നു നമുക്ക് മനസ്സിലായി. വെൻ റെസിസ്റ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ സീരീസ് ദ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഈസ് ദ സം ഓഫ് ദ റെസിസ്റ്റൻസ് ഓഫ് ഓൾ റെസിസ്റ്റേഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ സീരീസിലാണ് റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ റെസിസ്റ്ററിൻ്റെ ആകെ തുകയായിരിക്കും എന്ന് പറയുന്നത് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. If n resistors of resistance R ohm each are connected in series, the effective resistance will be NR. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 6 ഓം റെസിസ്റ്റൻസ് ഉള്ള n റെസിസ്റ്ററുകളെ സീരീസിൽ കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് NR ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വെൻ റെസിസ്റ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ സീരീസ് വാട്ട് വിൽ ബി ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ എൻഡ്സ് ഓഫ് റെസിസ്റ്റർ വിത്ത് ഹയർ റെസിസ്റ്റൻസ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് റെസിസ്റ്റേഴ്സിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാണ്. അങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് കൂടുതൽ റെസിസ്റ്റൻസ് ഉള്ള ആ റെസിസ്റ്ററുകളുടെ എൻഡുകൾക്കിടയിൽ അനുഭവപ്പെടുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം എപ്രകാരമായിരിക്കും എന്ന്. എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും അല്ലേ? അതായത് റെസിസ്റ്റൻസ് കൂടുമ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസിലും വളരെയധികം വ്യത്യാസം ഉണ്ടാവും. If the resistors of the same value are connected in series, what will be the potential difference across the ends of the resistors? ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരേ വാല്യൂ ഉള്ള റെസിസ്റ്ററുകളാണ് സീരീസിൽ കണക്ട് ചെയ്യുന്നതെങ്കിൽ അവയ്ക്കിടയിൽ അനുഭവപ്പെടുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് എപ്രകാരമായിരിക്കും. റെസിസ്റ്ററുകളുടെ വാല്യൂ സെയിം ആണെന്നുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസും ഈക്വൽ ആയിരിക്കും അല്ലേ? അതിൽ വ്യത്യാസമൊന്നുമില്ല. ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം. 8 ohm 4 ohm resistors and a 6 volt battery are provided. അപ്പോൾ ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? 8 ഓമും 4 ഓമുള്ള രണ്ട് റെസിസ്റ്ററുകൾ 6 വോൾട്ടിൻ്റെ ബാറ്ററിയും തന്നിട്ടുണ്ട്. ഡ്രോ എ സർക്യൂട്ട് ഡയഗ്രാം ഇൻ വിച്ച് ദീസ് റെസിസ്റ്റൻസ് ആർ കണക്റ്റഡ് ഇൻ സീരീസ്. അപ്പോൾ ഇതെല്ലാം ഉപയോഗിച്ചിട്ട് ഒരു സീരീസ് കണക്ഷൻ്റെ ഒരു സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. പിന്നെ നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് അതിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസും അതുപോലെ തന്നെ കറണ്ടും കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൂടി ഒന്ന് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം സർക്യൂട്ട് ഡയഗ്രാം നോക്കാം. രണ്ട് റെസിസ്റ്റർ ബാറ്ററിയായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടെ സ്വിച്ച് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ലെഫ്റ്റ് സൈഡിൽ പോസിറ്റീവ് വന്നൊന്ന് കരുതിയിട്ട് പ്രശ്നമൊന്നുമില്ല. അതിനിപ്പോൾ നിങ്ങളിപ്പോൾ വരയ്ക്കുമ്പോൾ ആദ്യം നെഗറ്റീവാണ് വരയ്ക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ സ്വിച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വിച്ചിൻ്റെ അടുത്ത് ബാറ്ററിയുടെ പോസിറ്റീവ് ഭാഗം വരണം. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് സർക്യൂട്ട് ഡയഗ്രാം നമ്മൾ വരച്ചു. ഇനി നമുക്കിവിടെ ബി പറഞ്ഞേക്കുന്നത് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് R കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഇക്വേഷൻ വരുന്നത് R1 + R2 ആണ്. അപ്പോൾ നമ്മൾ R1 ആയിട്ട് 8 എടുത്തു, R2 ആയിട്ട് 4 എടുത്തു. അപ്പോൾ 8 + 4 12 ഓം ആണ്. ഇനി നമുക്ക് കറണ്ട് കണ്ടുപിടിക്കണം. ഇക്വേഷൻ വരുന്നത് I = V/R. ഇവിടെ V എന്ന് പറയുന്നത് ആറും ക്യാപിറ്റൽ ലെറ്റർ R എന്ന് പറയുന്നത് 12 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.5 ആംപിയർ ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. When 10 resistors of 2 ohm each are connected in series, what is the effective resistance?
2 ഓം വീതം റെസിസ്റ്റൻസ് ഉള്ള 10 റെസിസ്റ്ററുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് NR ആണ് അല്ലേ. അപ്പോൾ ഇവിടെ N എന്ന് പറയുന്നത് 10ഉം അതുപോലെ തന്നെ R എന്ന് പറയുന്നത് 2ആണ്. 10 × 2 20 ഓം ആണ് ഇവിടെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി റെസിസ്റ്റേഴ്സ് ഓഫ് റെസിസ്റ്റൻസ് 6 ohm each should be connected in series to get an effective resistance of 42 ohm. ഈ ക്വസ്റ്റ്യനിൽ റെസിസ്റ്റൻസും തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസും തന്നിട്ടുണ്ട്. ഇവിടെ കണ്ടുപിടിക്കാനുള്ളത് എന്താ, എത്ര റെസിസ്റ്റേഴ്സ് യൂസ് ചെയ്യുമ്പോഴാണ് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് 42 കിട്ടുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിസ്റ്ററുകളുടെ എണ്ണം കണ്ടുപിടിക്കണം. ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് 42 ഓം, റെസിസ്റ്റൻസ് 6 ഓം. ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണുന്ന ഇക്വേഷൻ NR ആണ്. അപ്പോൾ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് 42 is equal to N × 6, അതായത് N is equal to 42/6, that is equal to 7 ആണ് റെസിസ്റ്ററുകളുടെ എണ്ണം. നെക്സ്റ്റ്, പാരലൽ കണക്ഷൻ. ഇഫ് ദ റെസിസ്റ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ as shown in figure 7.30, the current is divided through each branch. പാരലൽ കണക്ഷനിൽ റെസിസ്റ്റേഴ്സ് പാരലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സർക്യൂട്ടിലേക്ക് കൊടുക്കുന്ന മൊത്തം കറണ്ട് എന്ത് ചെയ്യപ്പെടും, ഓരോ ബ്രാഞ്ചുകളിലേക്കായിട്ട് വിഭജിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതായത് ക്യാപിറ്റൽ I എന്ന് പറയുന്നത് I1 + I2 ആയിട്ട് മാറും. സീരീസ് കണക്ഷനിൽ വന്നപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിരുന്നു ഡിവൈഡ് ചെയ്യപ്പെട്ടത് അല്ലേ. പാരലൽ കണക്ഷനിലേക്ക് വന്നപ്പോൾ കറണ്ടാണ് ഡിവൈഡ് ചെയ്യപ്പെടുന്നത് കേട്ടോ. ദെൻ ദ ടോട്ടൽ കറണ്ട് ഇൻ ദ സർക്യൂട്ട് ഈസ് ഈക്വൽ ടു സം ഓഫ് ദ കറണ്ട്സ് ത്രൂ ദ ബ്രാഞ്ചസ്. അപ്പോൾ ടോട്ടൽ കറണ്ട് I എന്ന് പറയുന്നത് എന്ത് വരും, I1 + I2 ആയിട്ട് വരും. If R is the effective resistance in the circuit and V is the potential difference across the terminals A and B, then according to Ohm's law I is equal to V/R. അപ്പോൾ നമുക്ക് R എന്ന് പറയുന്നത് അറിയാം, ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ്. V എന്ന് പറയുന്നത് എക്കും ബിക്കും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണെന്ന് അറിയാം. ഇനി Ohm's law അനുസരിച്ചിട്ട് I is equal to V/R ആണ്. Since the potential difference across two resistors is ഈക്വൽ, രണ്ട് റെസിസ്റ്ററിനും അനുഭവപ്പെടുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് തുല്യമായതിനാൽ V/R is equal to V/R1 + V/R2 ആണ്. അപ്പോൾ അതിൽ V × 1/R, ആറിന് നമുക്ക് എങ്ങനെ എഴുതാം, 6 അടിയിലായതുകൊണ്ട് 1/R എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു രണ്ടിലും റൈറ്റ് സൈഡിൽ രണ്ട് ഭാഗത്തും V കോമൺ ആയതുകൊണ്ട് Vനെ പുറത്തേക്ക് എടുത്തു, ബ്രാക്കറ്റിനുള്ളിൽ 1/R1 + 1/R2. അപ്പോൾ രണ്ട് ഭാഗത്തെയും V ക്യാൻസൽ ചെയ്ത് പോയി, ബാക്കി വരുന്നത് 1/R is equal to 1/R1 + 1/R2. അപ്പോൾ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് R is equal to R1 R2 divided by R1 + R2. ഈ ഇക്വേഷൻ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി, സോൾവ് ചെയ്യാനുള്ളതൊന്നും പഠിക്കൊന്നും വേണ്ട കേട്ടോ. Now we have understood that when resistors are connected in parallel, the effective resistance of the circuit decreases. അതായത് റെസിസ്റ്ററുകളെ പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ആ സർക്യൂട്ടിലെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കുറയുന്നു എന്ന് ഇതിൽ നമുക്ക് മനസ്സിലാക്കാം. If n resistors of R ohm each are connected in parallel, the effective resistance will be R/N. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 6 ഓം റെസിസ്റ്റൻസ് ഉള്ള N റെസിസ്റ്ററുകളെ പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R/N ആയിരിക്കും. ഇനി അടുത്ത പ്രോബ്ലം നോക്കാം. റെസിസ്റ്റേഴ്സ് 6 ഓം, 3 ഓം ആൻഡ് 6 വോൾട്ട് ബാറ്ററി ആർ ഗിവൺ. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ തന്നിരിക്കുന്നത്, 6 ഓമിൻ്റെയും 3 ഓമിൻ്റെയും രണ്ട് റെസിസ്റ്ററുകൾ വന്നിട്ടുണ്ട്, 6 വോൾട്ടിൻ്റെ ബാറ്ററി വന്നിട്ടുണ്ട്. ഡ്രോ ദ സർക്യൂട്ട് ഡയഗ്രാം കണക്റ്റിംഗ് ദം ഇൻ പാരലൽ. പിന്നെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ ഓരോ റെസിസ്റ്ററുകളുടെയും കറണ്ടും കണ്ടുപിടിക്കണം. സർക്യൂട്ട് ഡയഗ്രാം ഇതുപോലെ തന്നെ വരയ്ക്കുക. ഇനി നമുക്ക് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. R is equal to R1 R2 divided by R1 + R2. ഇവിടെ R1 എന്ന് പറയുന്നത് 6ഉം R2 എന്ന് പറയുന്നത് 3ആണ്. അപ്പോൾ 6 × 3 divided by 6 + 3, അതായത് 18/9, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഓം വരും. ഇനി കറണ്ട് ത്രൂ 6 ഓം, 6 ഓമിൽ കൂടെയുള്ള കറണ്ട് I1 ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ V/R1, അതായത് 6/6 1 ഓമും, കറണ്ട് ത്രൂ 3 ഓം I2 is equal to V/R2, that is 6/3 is equal to 2 ampere. If the resistors of the same value are connected in parallel, what will be the current through each resistor? ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരേ വാല്യൂ ഉള്ള റെസിസ്റ്ററുകളാണ് സീരീസിൽ ഘടിപ്പിക്കുന്നതെങ്കിൽ ഓരോ റെസിസ്റ്ററിലൂടെയും ഒഴുകുന്ന കറണ്ട് എങ്ങനെയായിരിക്കും? ഇറ്റ് വിൽ ബി ഈക്വൽ ആയിരിക്കും. What is the effective resistance when 5 10 ohm resistors are connected in parallel?
അതായത് 10 ഓം റെസിസ്റ്റൻസുള്ള റെസിസ്റ്ററുകൾ 5 റെസിസ്റ്ററുകൾ പാരലായിട്ട് കണക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ R/N ആണ്. അതായത് 10/5 = 2 ഓം. ഫൈൻഡ് ദ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് ദ അറേഞ്ച്മെൻറ്റ് ഗിവൺ ഇൻ ഫിഗർ 7.32. അത് തന്നിരിക്കുന്ന ആ ഒരു ഫിഗറിലെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. റെസിസ്റ്ററുകൾക്ക് ഞാൻ R1, R2, R3 എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഒരെണ്ണം സീരീസിലാണ്, രണ്ടെണ്ണം പാരലലാണ്. അപ്പോൾ നമുക്ക് R1 + R2 R3 ഡിവൈഡഡ് ബൈ R2 + R3 കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ R1 എന്ന് പറയുന്നത് 2 ഓം ആണ് അല്ലേ. R2 R3 2 × 2 ഡിവൈഡ് ബൈ R1 + R2 എന്ന് പറയുമ്പോൾ 2 + 2 അതായത് 4/4 = 1 ഓം. അപ്പോൾ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് R = 2 + 1 3 ഓം. അടുത്തിവിടെ പറഞ്ഞിരിക്കുന്നത് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ സീരീസ് കോമ്പിനേഷൻ ആൻഡ് പാരലൽ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് സീരീസ് കോമ്പിനേഷനിലും പാരലലിലും വരുമ്പോഴുള്ള ആ ഡിഫറൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻക്രീസസ്, പാരലൽ വരുമ്പോൾ ഡിക്രീസ് ചെയ്യും. ഇനി സീരീസിൽ നോക്കാം. കറണ്ട് ത്രൂ ഈച്ച് റെസിസ്റ്റർ വിൽ ബി ഈക്വൽ, അതായത് ഓരോ റെസിസ്റ്ററിലൂടെയും ഒഴുകുന്ന കറണ്ട് ഈക്വൽ ആയിരിക്കും. കറണ്ട് ഫ്ലോയിങ് ത്രൂ ഈച്ച് റെസിസ്റ്റർ ഈസ് ഓൾസോ ഡിവൈഡഡ് ബേസ്ഡ് ഓൺ ദ വാല്യൂ ഓഫ് ദ റെസിസ്റ്റർ. ഇനി പാരലൽ കണക്ഷനിൽ പറഞ്ഞിരിക്കുന്നത് ഓരോ റെസിസ്റ്ററിലൂടെയും ഒഴുകുന്ന കറണ്ട് റെസിസ്റ്ററിൻ്റെ വാല്യൂവിനനുസരിച്ചിട്ട് വിഭജിക്കപ്പെടുന്നു. നെക്സ്റ്റ് സീരീസിൽ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഈച്ച് റെസിസ്റ്റർ ഈസ് ഡിവൈഡഡ് ബേസ്ഡ് ഓൺ ദ വാല്യൂ ഓഫ് ദ റെസിസ്റ്റർ. ഇനി ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നത് ഓരോ റെസിസ്റ്ററിലൂടെയും ലഭിക്കുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് റെസിസ്റ്ററിൻ്റെ വാല്യൂവിനനുസരിച്ചിട്ട് വിഭജിക്കപ്പെടുന്നു. പാരലലിലേക്ക് വരുമ്പോൾ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഈച്ച് റെസിസ്റ്റർ വിൽ ബി ദ സെയിം, അവിടെ സെയിം ആയിരിക്കും. ഇനി സീരീസിൽ ഇറ്റ് കനോട്ട് ബി കൺട്രോൾഡ് യൂസിങ് എ സെപ്പറേറ്റ് സ്വിച്ച്. ഓരോ റെസിസ്റ്ററിനെയും പ്രത്യേകം സ്വിച്ച് ഉപയോഗിച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. പാരലലിലേക്ക് വരുമ്പോൾ ഇറ്റ് ക്യാൻ ബി കൺട്രോൾഡ് യൂസിങ് എ സെപ്പറേറ്റ് സ്വിച്ച്, അതായത് സെപ്പറേറ്റ് സ്വിച്ച് ഉപയോഗിച്ചിട്ട് റെസിസ്റ്ററുകളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. യു ഹാവ് നൗ അണ്ടർസ്റ്റുഡ് ദാറ്റ് റെസിസ്റ്റേഴ്സ് റെഡ്യൂസ് ദ കറണ്ട് ത്രൂ എ സർക്യൂട്ട്. അപ്പോൾ ഒരു സർക്യൂട്ടിലെ കറണ്ടിനെ കുറയ്ക്കുന്നത് റെസിസ്റ്ററുകളാണ്. യൂഷ്വലി കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് ഓഫ് സ്യൂട്ടബിൾ വാല്യൂസ് ആർ കണക്റ്റഡ് ഇൻ സർക്യൂട്ട് ടു റെഡ്യൂസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓർ കറണ്ട് ഇൻ അക്കോർഡൻസ് വിത്ത് അവർ റിക്വയർമെൻറ്റ്. അപ്പോൾ നമുക്ക് ഒരു സർക്യൂട്ടിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസോ അതുപോലെ തന്നെ കറണ്ടോ ആവശ്യാനുസരണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് വാല്യൂസ് ഉള്ള റെസിസ്റ്ററുകൾ നമുക്ക് കയ്യിൽ കണക്ട് ചെയ്യാനാണ് പറയുന്നത്. Electric devices such as bulbs, heaters and electric iron used in circuit have resistors. ഒരു സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന ബൾബ്, ഹീറ്റർ, അയൺ ബോക്സ് തുടങ്ങിയ വൈദ്യുത ഉപകരണങ്ങളെല്ലാം ഈ റെസിസ്റ്ററുകൾ ഉണ്ടെന്ന്. How are electric appliances such as bulb, fan, etc. connected in household circuits? നമ്മുടെ ഗാർഹിക സർക്യൂട്ടുകളിൽ ബൾബ്, ഫാൻ തുടങ്ങിയ വൈദ്യുത ഉപകരണങ്ങൾ ഘടിപ്പിക്കുന്നത് ഏത് രീതിയിലാണെന്ന്. ഇതിൻ്റെ ആൻസർ വരുന്നത് പാരലൽ കണക്ഷനാണ്. സീരീസിലൊക്കെ ആണെന്നുണ്ടെങ്കിലോ ഏതെങ്കിലും ഒരു സ്വിച്ചോ ഏതെങ്കിലും ഒരു ഭാഗത്തൊരു കണക്ഷനോ കംപ്ലൈൻറ്റ് വരാമെന്നുണ്ടെങ്കിൽ പിന്നെ ബാക്കി അവിടെ നിങ്ങോട്ടുള്ള ഭാഗങ്ങളൊന്നും വർക്ക് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ പാരലൽ കണക്ഷനാണ് യൂസ് ചെയ്യുന്നത്. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് കണക്റ്റിംഗ് ഇലക്ട്രിക് അപ്ലയൻസസ് ഇൻ പാരലൽ? ഇനി ഇലക്ട്രിക് അപ്ലയൻസസ് പാരലലായിട്ട് കണക്ട് ചെയ്യുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് അപ്പോൾ നമുക്ക് നോക്കാം. For each appliances gets same voltage gets the required current. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഓരോ ഉപകരണത്തിനും ഒരേ വോൾട്ടേജും ആവശ്യമായ കറണ്ടും ലഭിക്കുന്നു. ഇറ്റ് ക്യാൻ ഓപ്പറേറ്റ് അറ്റ് റേറ്റഡ് പവർ. ഉപകരണങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ പവറിൽ തന്നെ ആ ഒരു ഉപകരണത്തിന് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നു. ഇറ്റ് ക്യാൻ ബി കൺട്രോൾഡ് ബൈ സെപ്പറേറ്റ് സ്വിച്ചസ്. പ്രത്യേകം സ്വിച്ചുകൾ ഉപയോഗിച്ചിട്ട് നിയന്ത്രിക്കാൻ സാധിക്കുന്നു. ഇവിടെ 2 ഫിഗർ തന്നിട്ടുണ്ട്. ആ ഫിഗർ കൺസിഡർ ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യനുകൾക്ക് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒരു ബൾബും ആദ്യത്തെ എ എന്ന് പറയുന്ന ഫിഗറിൽ ഒരു 3 വോൾട്ടിൻ്റെ ബൾബുണ്ട്, 12 ഓം റെസിസ്റ്ററും ഉണ്ട്, 9 വോൾട്ടിൻ്റെ ബാറ്ററി ഉണ്ട്. രണ്ടാമത്തെ ഫിഗറിൽ ബി എന്ന് പറയുന്ന ഫിഗറിൽ 3 വോൾട്ടിൻ്റെ ബൾബാണ്, അതിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 6 ഓം ആണ്. രണ്ടിൻ്റെയും 6 ഓം തന്നെയാണ്. അപ്പോൾ അതിൽ റെസിസ്റ്റർ 12 ഓമിൻ്റെ റെസിസ്റ്റർ രണ്ടാമത്തെ ഫിഗറിലില്ല. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. വിച്ച് സർക്യൂട്ട് ഹാസ് മോർ റെസിസ്റ്റൻസ്? ഏത് സർക്യൂട്ടിനാണ് കൂടുതൽ റെസിസ്റ്റൻസ് എന്ന്. അപ്പോൾ നമുക്കിവിടെ പറയാം ഏതാ? ഫിഗർ എയിലാണ് മോർ റെസിസ്റ്റൻസ്. ഇൻ വിച്ച് സർക്യൂട്ട് ഈസ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് 3 വോൾട്ട് ഒബ്റ്റൈൻഡ് ബിറ്റ്വീൻ ദ എൻഡ്സ് ഓഫ് ദ ബൾബ്? ക്വസ്റ്റ്യനോട് പറഞ്ഞിരിക്കുന്നത് ഏത് സർക്യൂട്ടിൻ്റെ ബൾബിൻ്റെ എൻഡുകൾക്കിടയിലാണ് 3 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ലഭിക്കുന്നത് എന്ന്.
അപ്പോൾ നമുക്ക് രണ്ട് സർക്യൂട്ടിലും ലഭിക്കുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ഫിഗർ എയിൽ കണ്ടുപിടിക്കാം. കറണ്ട് I = V/R ആണ്. ഇവിടെ V എന്ന് പറഞ്ഞാൽ 9. ഇവിടെ നമുക്ക് R എന്ന് പറയുന്ന ഫസ്റ്റ് ഫിഗറിൽ R രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് R1 6 ഓമും R2 12 ഓമാണ്. അപ്പോൾ നമുക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. V എന്ന് പറഞ്ഞാൽ 9, R എന്ന് പറഞ്ഞാൽ 6 + 12, അതായത് 9/18 വരും. അതിന് നമുക്ക് ഡിവിഷൻ ചെയ്യുമ്പോൾ 1/2 ആംപിയർ ആണ് കിട്ടുന്നത്. ഇനി നമുക്ക് അതിൽ നിന്നും V കണ്ടുപിടിക്കണം. V കാണുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ IR. ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ബൾബിൻ്റെ എൻഡുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ക്യാപിറ്റൽ R എടുക്കുന്നത് 6 ആണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ I = 1/2 ഇൻറ്റു Rൻ്റെ വാല്യൂ 6. അപ്പോൾ 1/2 × R = 3 വോൾട്ട് കിട്ടും നമുക്ക് ഇതിൻ്റെ ആൻസർ. ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് ഇപ്പോൾ തന്നെ കിട്ടി. പക്ഷേ നമുക്ക് ഫിഗർ ബിയുടെ കൂടി ഒന്ന് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ നമുക്ക് ഫിഗർ ബിയിലേക്ക് വരുമ്പോൾ I = V/R ആണ്. V എന്ന് പറഞ്ഞാൽ 9, R എന്ന് പറഞ്ഞാൽ 6. അതായത് നമ്മൾ കോമൺ ഫാക്ടർ എടുക്കുകയാണ്. 3 × 3 ആണ് 9. അതുപോലെ തന്നെ 3 × 2 ആണ് 6 എന്ന് പറയുന്നത്. അപ്പോൾ കോമൺ ഫാക്ടർ 3 വരുമ്പോൾ ആ 3നെ നമ്മൾ മാറ്റി നിർത്തിയതിന് ശേഷം ആൻസർ വരുന്നത് 3/2 ആംപിയർ ആണ്. അപ്പോൾ കറണ്ട് എന്ന് പറയുന്നത് 3/2 ആണ്. ഇനി നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കണം. V = IR, ദാറ്റ് ഈസ് ഈക്വൽ ടു 3/2 × 6. അപ്പോൾ 6ഉം 2ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ അവിടെ 3 കിട്ടും. 3 × 3 9 വോൾട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ ആയിട്ട് പറയുന്നത് എ എന്ന് പറയുന്ന ഫിഗറിലാണ് നമുക്ക് എന്ത് കിട്ടുന്നത് 3 വോൾട്ട് കിട്ടുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഹാപ്പൻസ് ടു ദ ബൾബ് ഇൻ ദ സർക്യൂട്ട് 7.33B വെൻ ഇറ്റ് ഈസ് സ്വിച്ച്ഡ് ഓൺ? ഫിഗർ ബിയിലെ സ്വിച്ച് ഓൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സർക്യൂട്ടിലെ ബൾബിന് എന്താണ് സംഭവിക്കുന്നത് എന്ന്. ഇതിൻ്റെ ആൻസർ ആസ് ദ ബൾബ് റിസീവ്സ് മോർ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആൻഡ് കറണ്ട് ദാൻ റിക്വയർഡ് ദ ബൾബ് ഗെറ്റ്സ് ഡാമേജ്ഡ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബൾബിന് ആവശ്യത്തിലും അധികം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ലഭിക്കുന്നതിനാൽ കറണ്ട് കൂടും. അതുകൊണ്ട് തന്നെ ബൾബ് ഡാമേജ് ആവുകയും ചെയ്യും. നൗ ഈസിൻറ്റ് ഇറ്റ് ക്ലിയർ ദാറ്റ് ദ കമ്പോണൻറ്റ് കണക്റ്റഡ് ടു ദ LED ഇൻ ദ സർക്യൂട്ട് എക്സിബിറ്റഡ് അറ്റ് ദ സ്കൂൾ സയൻസ് ഫെയർ ഇൻ ദ റെസിസ്റ്റർ ആൻഡ് വൈ ഇറ്റ് ഈസ് കണക്റ്റഡ്. ചാപ്റ്റർ തുടങ്ങിയപ്പോൾ തന്നെ ഒരു കുട്ടിക്കുണ്ടായിരുന്ന ഒരു സംശയം അല്ലേ, അത് സയൻസ് ഫെയറിൽ ആ ഒരു സർക്യൂട്ടിൽ ഘടിപ്പിച്ചിരിക്കുന്ന ആ ഒരു കമ്പോണൻ്റ് ഏതാണ്, എന്തിനാണ് അത് ഘടിപ്പിച്ചിരിക്കുന്നത് എന്നൊക്കെ ആയിരുന്നു ആ കുട്ടിയുടെ സംശയം. ഇപ്പോൾ ആ സംശയത്തിനുള്ള ആൻസറാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഒരു കമ്പോണൻ്റ് എന്ന് പറയുന്നത് റെസിസ്റ്റർ ആയിരുന്നു. അപ്പോൾ അതിനുള്ള കാരണം കിട്ടിയല്ലോ. അടുത്തോടെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നു. ഈസ് ദർ എനി ഡിഫറൻസ് ബിറ്റ്വീൻ ദി ഇലക്ട്രിസിറ്റി വി ഒബ്റ്റെയിൻ ഫ്രം ബാറ്ററി സെൽ ആൻഡ് ഇലക്ട്രിസിറ്റി വി ഗെറ്റ് ഇൻ അവർ ഹൗസസ്? അതായത് ബാറ്ററി സെല്ലിൽ അതിൽ നിന്ന് ലഭിക്കുന്ന കറണ്ടും അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ ലഭിക്കുന്ന കറണ്ടും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. ദ ഇലക്ട്രിസിറ്റി ഫ്രം ദ ബാറ്ററി ഫ്ലോസ് ഓൺലി ഇൻ വൺ ഡയറക്ഷൻ. അതിനാണ് നമ്മൾ ഡയറക്റ്റ് കറണ്ട് എന്ന് പറയുന്നത്. അതായത് ബാറ്ററിയിൽ നിന്ന് ലഭിക്കുന്ന കറണ്ട് എന്ന് പറയുന്നത് ഒരേ ദിശയിൽ മാത്രമാണ് ഫ്ലോ ചെയ്യുന്നത്. ബട്ട് ദ ഇലക്ട്രിസിറ്റി ഇൻ അവർ ഹൗസസ് ചേഞ്ചസ് ഡയറക്ഷൻ അറ്റ് റെഗുലർ ഇൻ്റർവൽ ഓഫ് ടൈം. അതിനാണ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ വീടുകളിലൊക്കെ ലഭിക്കുന്ന കറണ്ട് എന്ന് പറയുന്നത് ക്രമമായ ഇടവേളകളിൽ അതിൻ്റെ ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കറണ്ടാണ് നമുക്ക് കിട്ടുന്നത്. അതിന് നമ്മൾ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്നാണ് പറയുന്നത്. ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആൻഡ് ഈസ് ഓഫ് ഹൈ വോൾട്ടേജ് 230 വോൾട്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വോൾട്ടേജ് എന്ന് പറയുന്നത് 230 വോൾട്ട് ആയിട്ടുള്ള ഹൈ വോൾട്ടേജ് ആണ്. ഹെൻസ് ഡു നോട്ട് കണക്ട് ദ സർക്യൂട്ട് ടു ഹൗസ് ഹോൾഡ് ഇലക്ട്രിസിറ്റി വൈൽ ഡ്യൂറിങ് ദ എക്സ്പീരിമെൻറ്റ്സ് ദാറ്റ് യു ഹാവ് ഡൺ ഇൻ ദ ക്ലാസ്. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ, അതുകൊണ്ട് തന്നെ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ചിട്ടുള്ള പരീക്ഷണങ്ങളും സർക്യൂട്ടുകളും വീടുകളിലുള്ള വൈദ്യുതിയുമായി ബന്ധിപ്പിച്ച് ഒന്നും ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ ഇതോടുകൂടി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ലെറ്റസ് ആസസും കൂടി നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിവൈസ് കൺവേർട്ട് കെമിക്കൽ എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി? തന്നിരിക്കുന്നവയിൽ കെമിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഏതാണ്? ഡ്രൈ സെല്ലാണോ, ഡൈനാമോ ആണോ, സോളാർ സെല്ലാണോ? ഇതിൻ്റെ ആൻസർ വരുന്നത് ഡ്രൈ സെല്ല്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫോർ കറണ്ട് ടു ഫ്ലോ ഫ്രം എ സെൽ ഇൻ എ ക്ലോസ്ഡ് സർക്യൂട്ട് ദ 2 ടെർമിനൽസ് ഓഫ് ദ സെൽ മസ്റ്റ് ബി. ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിൽ കറണ്ടിൻ്റെ ഫ്ലോ ഉണ്ടാകണമെങ്കിൽ അതിൻ്റെ സെല്ലിൻ്റെ 2 ടെർമിനലുകൾക്കിടയിൽ എന്തുണ്ടാവണം എന്നാണ് പറയണത്? ഹാവിങ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദം. അവയ്ക്കിടയിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായിരിക്കണം. അതായത് ബി ആണ് ഇതിൻ്റെ ആൻസർ വേണം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സർക്യൂട്ട് ആർ ദ അമ്മീറ്റർ ആൻഡ് വോൾട്ട് മീറ്റർ കണക്റ്റഡ് പ്രോപ്പർലി? തന്നിരിക്കുന്ന സർക്യൂട്ടിൽ അമ്മീറ്ററും വോൾട്ട് മീറ്ററും കറക്റ്റായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഫിഗർ ഏതാണെന്ന്. ഇതിൻ്റെ ആൻസർ വരുന്നത്
ഫിഗർ സി ആണ് വരുന്നത്. അതായത് വോൾട്ട് മീറ്റർ പാരലായിട്ട് കണക്ട് ചെയ്യണം, അമ്മീറ്റർ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണം അല്ലേ. പിന്നെ അതുപോലെ തന്നെ ബാറ്ററിയുടെ നെഗറ്റീവും വോൾട്ട് മീറ്ററിൻ്റെ നെഗറ്റീവ് ആയിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് വരുന്ന ആൻസർ ഫിഗർ സി ആണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, മാച്ച് ദ ടേംസ് ഇൻ കോളം എ വിത്ത് ദോസ് ഇൻ കോളം ബി ആൻഡ് സി. ഒന്ന് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 3 കോളം കൂടിയിട്ട് നമുക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് കടക്കാം. പൊട്ടൻഷ്യൽ ഡിഫറൻസുമായിട്ട് മാച്ച് ചെയ്യുന്നത് W/Q, സിയിൽ നിന്ന് മാച്ച് ചെയ്യുന്നത് വോൾട്ട്. ഇനി അടുത്തത് കറണ്ടുമായി മാച്ച് ചെയ്യുന്നത് Q/T ആണ്. അതിനുമായി മാച്ച് ചെയ്യുന്നത് ആംബിയർ ആണ്. ഇനി റെസിസ്റ്റൻസ് V/I ഓം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 50 joule of work is done to move an electric charge of 5 coulomb charge point M to N in an electric current. What is the potential difference between M and N? ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ഇലക്ട്രിക് സർക്യൂട്ടിൽ 5 കുളം ഇലക്ട്രിക് ചാർജ് എം എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും എൻ എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് 50 ജൂള് വർക്ക് ചെയ്തു എന്നാണ് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എം, എൻ എന്നീ പോയിന്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. തന്നിരിക്കുന്ന വാല്യൂസ് ഒക്കെ നമുക്ക് എഴുതാം. വർക്ക് ഡൺ W = 50 ജൂൾ, ചാർജ് Q = 5 കുളം, പൊട്ടൻഷ്യൽ ഡിഫറൻസ് V = W/Q. W എന്ന് പറഞ്ഞാൽ 50, Q എന്ന് പറഞ്ഞാൽ 5, 50/5 ദാറ്റ് ഈസ് ഈക്വൽ ടു 10 വോൾട്ടാണ് ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരുന്നത്. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സർക്യൂട്ട്സ് ആർ ബൾബ്സ് കണക്റ്റഡ് ഇൻ സീരീസ്. തന്നിരിക്കുന്ന സർക്യൂട്ടിൽ ബൾബുകൾ സീരീസിൽ കണക്ട് ചെയ്തിരിക്കുന്ന പിക്ചറുകൾ ഏതൊക്കെയാണെന്ന്. അപ്പോൾ ഇതിൽ എയും അതുപോലെ തന്നെ ഡി എന്ന് പറയുന്നത് പാരലൽ കണക്ഷനാണ് അല്ലേ. അതിൻ്റെ ഇടയിൽ ഒരു സെപ്പറേഷനൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ വരുന്നത് ബി ആൻഡ് സി ആണ് ഇതിൽ സീരീസ് കണക്ഷൻ വരുന്നത് കേട്ടോ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, അനലൈസ് ദ സർക്യൂട്ട് ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. തന്നിരിക്കുന്ന ക്വസ്റ്റ്യനുകൾക്ക് ആൻസർ ചെയ്യാം സർക്യൂട്ടിനനുസരിച്ചിട്ട്. കാൽക്കുലേറ്റ് ദി ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻ ദ സർക്യൂട്ട് വെൻ ദ സ്വിച്ച് ഈസ് ടേൺഡ് ഓൺ. നമുക്ക് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ഫസ്റ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ R = R1 + R2. R1 എന്ന് പറഞ്ഞാൽ 1, R2 എന്ന് പറഞ്ഞാൽ 2. അപ്പോൾ R1 + R2 എന്ന് പറഞ്ഞാൽ 3 ഓം ആണ് റെസിസ്റ്റൻസ്. ഇനി ബിയിൽ I ആണ് കണ്ടുപിടിക്കാനുള്ളത്. I = V/R. V എന്ന് പറഞ്ഞാൽ 6, അതുപോലെ തന്നെ ക്യാപിറ്റൽ R എന്ന് പറഞ്ഞാൽ 3 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 6/3 = 2 ആംബിയർ. സി ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ 2 ഓം റെസിസ്റ്റർ. 2 ഓം റെസിസ്റ്ററിന് ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ V = IR2, അതായത് 2 × 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 വോൾട്ട്. ഡി ക്വസ്റ്റ്യൻ പറയുന്നത് വാട്ട് ഈസ് ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ 1 ഓം റെസിസ്റ്റർ. 1 ഓം റെസിസ്റ്ററിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ. I = 2 ആംബിയർ, അതായത് റെസിസ്റ്റേഴ്സ് ആർ ഇൻ സീരീസ് കണക്ഷൻ. റെസിസ്റ്ററുകളെല്ലാം സീരീസ് കണക്ഷനിലായതുകൊണ്ട് തന്നെ 1 ഓം റെസിസ്റ്ററിലൂടെ കടന്നു പോകുന്ന കറണ്ട് എന്ന് പറയുന്നത് 2 ആംബിയർ തന്നെയായിരിക്കും. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ ആൻ ഇലക്ട്രിക് സർക്യൂട്ട് ഇൻ വിച്ച് വേ ആർ ദ ഫാൻ ആൻഡ് ഇറ്റ്സ് റെഗുലേറ്റർ കണക്റ്റഡ്. ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ ഫാനും ഫാൻ്റെ റെഗുലേറ്ററും കണക്ട് ചെയ്യുന്നത് ഏത് കണക്ഷൻ ഉപയോഗിച്ചിട്ടാണ്? പാരലൽ ആണോ സീരീസ് ആണോ എന്ന്. പിന്നെ ആൻസർ എന്ത് വരും? സീരീസ് ആണ്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സർക്യൂട്ട് വിച്ച് വോൾട്ട് മീറ്റർ ഷോസ് എ റീഡിംഗ് ഓഫ് 10 വോൾട്ട്. താഴെ തന്നിരിക്കുന്ന സർക്യൂട്ടിൽ വോൾട്ട് മീറ്റർ റീഡിംഗ് 10 കാണിക്കുന്നത് ഏത് ഫിഗറിലാണെന്ന്. ഇതിൻ്റെ ആൻസർ വരുന്നത് ബിയും ഡിയും ആണ്. പത്താമത്തെ ക്വസ്റ്റ്യൻ, എ വയർ ഓഫ് ലെങ്ത് 50 സെൻറ്റിമീറ്റർ ഹാസ് എ റെസിസ്റ്റൻസ് ഓഫ് 5 ഓം ഇഫ് ദ ലെങ്ത് ഈസ് ഡബിൾഡ് ബൈ സ്ട്രെച്ചിങ്. വാട്ട് ഹാപ്പൻസ് ടു ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, അതായത് തിക്നെസ് ഓഫ് ദ കണ്ടക്ടർ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 50 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വയറിൻ്റെ റെസിസ്റ്റൻസ് 5 ഓം ആണ്. ഇതിനെ വലിച്ചു നീട്ടിയിട്ട് ഇതിൻ്റെ ലെങ്ത്ത് ഡബിളാക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ തിക്നെസ്സിൽ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നതെന്ന്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ എഴുതാം. വെൻ ദ ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ ഈസ് ഡബിൾഡ് ഏരിയ ഡിക്രീസസ് ടു ഹാഫ്. അതായത് ലെങ്ത്ത് ഡബിൾ ആവുമ്പോൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഹാഫ് ആയിട്ട് മാറും. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് വിൽ ബി ദ റെസിസ്റ്റൻസ് ഓഫ് ദ വയർ. ഇനി വയറിൻ്റെ റെസിസ്റ്റൻസിന് എന്തായിരിക്കും സംഭവിക്കുന്നത് നോക്കാം. ഇഫ് ദ ലെങ്ത് ഓഫ് ദ വയർ ഈസ് ഡബിൾഡ് ആൻഡ് ഇറ്റ്സ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഈസ് ഡിക്രീസ്ഡ് ടു ഹാഫ് ദെൻ ഇറ്റ്സ് റെസിസ്റ്റൻസ് വിൽ ഇൻക്രീസ് ടു 4 ടൈംസ്. അപ്പോൾ എന്താ സംഭവിക്കുക? റെസിസ്റ്റൻസ് 4 ടൈംസ് ആയിട്ട് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ 5 ആയിരുന്നു, അപ്പോൾ അത് എന്ത് വരും? 20 ഓം ആയിട്ട് വരും. 11ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഗ്രാഫ് ഗിവൺ ബിലോ റെപ്രസെൻറ്റ്സ് ഓംസ് ലോ. ഓംസ് ലോ സൂചിപ്പിക്കുന്ന ഗ്രാഫ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ വരുന്നത് സി ആണ്. VI ഗ്രാഫ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് പാസസ് ത്രൂ ദി ഒറിജിൻ. ഇതോടുകൂടി നമ്മളുടെ ഈ ഒരു ചാപ്റ്റർ അവസാനിച്ചു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഉപകാരപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.